നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ. 24 ന്യൂസിൻ്റെ തലവനാണ് അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. നല്ല അഭ്യസ്തവിദ്യനാണ്. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളാണ്. ആർക്കും നാവ് പിഴയ്ക്കാം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോൾ എത്ര പ്രഗത്ഭരായിരുന്നാലും ഏത് നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നാലും പലപ്പോഴും പലരുടെയും നാവ് പിഴയ്ക്കാറുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് നാക്ക് പിഴച്ചുകൂടാ. എങ്കിലും എന്തു ചെയ്യാം, നിർഭാഗ്യവശാൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര സമയത്ത് ഇദ്ദേഹം നടത്തിയ തത്സമയ സംപ്രേഷണത്തിൽ അദ്ദേഹത്തിന് നാവ് പിഴച്ചുപോയി. അതായത് ഈ വിലാപയാത്രയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ VS അച്യുതാനന്ദൻ്റെ മൃതദേഹം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരാണ്, അറിയാതെ പിണറായി വിജയൻ സാറിൻ്റെ പേരാണ് അദ്ദേഹം പരാമർശിച്ചു പോയത്. അത് അദ്ദേഹത്തിന് വലിയ ഒരു സങ്കടത്തിന് കാരണമായി. നാവ് പിഴച്ചുപോയി. പക്ഷേ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ, മറ്റ് ചാനലുകൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ ട്രോളുകയും അതാണ് ഇപ്പം മാധ്യമങ്ങളിലൂടെ എല്ലാം അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശകരമായിട്ടാണ് ഈ അച്യുതാനന്ദൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എന്ന് പറയുന്നത് അനേക കിലോമീറ്ററുകൾ പോകുമ്പോൾ രാത്രി മഴയൊക്കെ വകവയ്ക്കാതെയാണ് ജനങ്ങൾ പാതയോരത്തിങ്ങനെ കാത്തു നിൽക്കുന്നത്. ഈ സമയത്ത് എല്ലാ ചാനലുകാരും ന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹത്തിന് ഒരു നാവ് പിഴ പറ്റിപ്പോയത്. പക്ഷേ എല്ലാവരും അത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സംസാരിക്കുന്നത് മാത്രം എല്ലാ ചാനലുകാരും ഇങ്ങനെ എടുത്തു കാണിച്ചു കൊണ്ടിരുന്നു, അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം. പക്ഷേ അദ്ദേഹം ഉടനെ തന്നെ അത് വന്ന് ചാനലിൽ ക്ഷമ പറഞ്ഞു, എനിക്കൊരബദ്ധം പറ്റിപ്പോയി, നാവ് പിഴയാണ്, അറിയാതെ എൻ്റെ വായിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നുപോയി, VS അച്യുതാനന്ദൻ എന്നതിന് പകരം പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് വളരെയധികം വേദന മനസ്സിലുണ്ടാക്കി. പക്ഷേ അദ്ദേഹം ചാനലിലൂടെ ഇത് പറയുമ്പോൾ പോലും അതിനെ എതിർത്തും അനുകൂലിച്ചും ഒക്കെ പലരും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ശ്രീകണ്ഠൻ നായർ എല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹം ഉടനടി അതിന് മാപ്പ് പറഞ്ഞു. അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ് എന്ന് പറയുന്നു. പലരും ഇതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു, കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.